ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ദ്രോണക്കുട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത് കിഷോറേട്ടൻ വരുന്നു നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഉടനെ കിഷോറേട്ടൻ ഇറങ്ങാറായിട്ടുണ്ട്. അപ്പോൾ കിഷോറേട്ടനെയും കൂട്ടി പുറത്തേക്ക് പോകാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. സൗണ്ട് ഒക്കെ എക്കോ സൗണ്ട് വേണ്ട സംസാരിക്കും. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലാണ് കിഷോറേട്ടൻ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കിഷോറേട്ടൻ ഇറങ്ങുന്നതും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഇറങ്ങിയതിൻ്റെ പ്രധാന കാരണം ചുമ്മാ ദ്രോണക്കുട്ടനെയും കൂട്ടി നൈറ്റ് വരെ ഒന്ന് പോയി. അപ്പോൾ കുറേ ദിവസമായിട്ട് ദ്രോണക്കുട്ടൻ ഡ്രം വാങ്ങിച്ചു തരാമോ എന്ന് ചോദിച്ച് നടക്കുന്നു. അപ്പോൾ എന്നാൽ കുറച്ച് ദീത്രക്കുട്ടി ഉറങ്ങിയൊക്കെ എണീറ്റുണ്ട്. അവളെയും കൂട്ടി ഇന്നെന്നാൽ നൈറ്റ് വരെ പോയി ഡ്രം ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. ദ്രോണക്കുട്ടൻ ഭയങ്കരമായിട്ട് ഈ എക്കോയുടെ ഇതോടുള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് സൗണ്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് വോയിസ് തന്നെ കൊടുക്കുവാണ്. എന്നെ വെച്ചിറങ്ങിയ നന്നായിട്ട് അപ്പോൾ നമ്മൾ നേരെ നൈറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇതേ കിഷോറേട്ടൻ അടുത്തടുത്താണ് കേട്ടോ. കിഷോറേട്ടൻ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങും നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങൊക്കെ നൈറ്റ് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത് പ്രോപ്പർ അൽനാദ ഷാർജയാണ് കേട്ടോ. പിന്നെ ഈ നൈറ്റിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് 2 വ്ളോഗ് ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വ്ളോഗിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ പിൻ ചെയ്തേക്കാം. എൻ്റെ ആ ഒരു വ്ളോഗിൽ നമ്മുടെ ഐറ്റംസ്, ഈ നൈറ്റിലെ ഐറ്റംസും അതിൻ്റെ പ്രൈസും ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന സാധനം വാങ്ങിക്കേണ്ടവർക്കൊക്കെ അതൊക്കെ ചെറിയ രീതിയിൽ ഉപകാരപ്പെടും. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അതൊന്ന് വന്ന് കാണണം കേട്ടോ. ഇതൊരു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ 5 ദിറംസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് 5 ദിറംസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നൈറ്റിൻ്റെ എൻട്രൻസ്. അപ്പോൾ സൈഡിൽ ഇതുപോലെ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ അങ്ങോട്ടേക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്രം വാങ്ങിക്കാൻ വന്ന് ഞങ്ങൾ ആദ്യം നേരെ കയറി ചെല്ലുന്നത് ഫിഷ് വാങ്ങിക്കാനാണ്. അപ്പോൾ ഫിഷിന് നമ്മൾ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന ടൈമിലേക്ക് നമുക്ക് അവർ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചേക്കും. തീത്രക്കുട്ടി എന്നെ ഫിഷ് വാങ്ങിക്കാൻ വന്നതാണോ? ഇങ്ങോട്ടേക്കൊക്കെ മീറ്റൊക്കെ ആണ് കേട്ടോ. മീറ്റും ചിക്കനും ഒക്കെയാണ്. പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതൊന്നും കാണിക്കുന്നില്ല. കാരണം നമ്മുടെ ആ ഒരു വ്ളോഗിൽ എല്ലാം ഉണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഓരോ ഫ്ലോറിലും എന്തെല്ലാം ഐറ്റംസ് ആണെന്നും അതിൻ്റെ പ്രൈസും ഒക്കെ വെച്ച് ആ ഒരു വ്ളോഗായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് ദാണ്ട് ഈ ഫിഷും മീറ്റും ഒക്കെ ഉള്ളത്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ കണ്ടോ, ഒലീവ്സ് ഇരിക്കുന്നുണ്ട്. തുർക്കിഷ് ഗ്രിൽഡ് ഒലീവ്സ് ആണ്. ഇത് 21.99 ദിറംസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിഷ് ഓർഡർ കൊടുത്ത് ഇനി നേരെ നമ്മൾ ഇപ്പം ഡ്രമ്മും കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നേരെ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ്. പിന്നെ ദ്രോണക്കുട്ടന് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ ഈ ഒരു നൈറ്റിന്ന് ആ ടോയ്സ് ആണെങ്കിലും അവന് വേണ്ട പെൻസില്, പേന, അങ്ങനത്തെ കളർ ബുക്സ്, അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ ഈ നൈറ്റിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇതൊരു ബഡ്ജറ്റ് ഷോപ്പിങ്ങിന് പറ്റിയൊരു ഷോപ്പിംഗ് മാളാണ് ഈ ഒരു നൈറ്റ്. Handsome section, come to the service. Handsome section, come to the reception. ഈ ദ്രോണക്കുട്ടനെയും കൊണ്ട് ഈ ടോയ് സെക്ഷനിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ അത് വേണം ഇത് വേണം അങ്ങനത്തെ ഒരു വാശിയൊന്നും ഇല്ല കേട്ടോ. അവനെന്താ അങ്ങനെ ഇവനിപ്പം ഡ്രമ്മാണോ വേണ്ടത്, അമ്മ എനിക്ക് ഡ്രം മതി എന്ന് പറഞ്ഞെങ്കിൽ അവന് അത് കിട്ടിയിരിക്കണം. അല്ലാണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് അതിന് പകരം ഇത് മതിയോ അല്ലെങ്കിൽ ഇത് എടുത്താലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഇതൊന്നും അങ്ങനെ വേറെ ഈ ഡ്രം വാങ്ങിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ പിയാനോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുത്താലും മറ്റെന്തെങ്കിലും വേണമെങ്കിലും അവന് അതിനോട് താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണം അവനെ കൊണ്ട് വന്നാൽ ഉണ്ട്.
ഒരിടയ്ക്ക് അവന് ബോൾ മാത്രം മതിയായിരുന്നു. പിന്നെ അത് മാറി നേരെ ഇതുപോലെ വണ്ടികളോടായി. അതും കഴിഞ്ഞിട്ട് പിന്നെ വന്നാണ് ഇങ്ങനെ ഡ്രം, പിയാനോ അങ്ങനത്തെ ആ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് തപ്പി ഇങ്ങനെ പോവാണ്. അത് മതി കേട്ടോ. കിഷോറിന് ഏതാ എടുക്കാൻ പറഞ്ഞു? ഇതോ 30 ദിർഹംസിൻ്റെയോ? ഇത്രയും വലിയ ഡ്രമ്മൊക്കെ വാങ്ങിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ ഇത് വാങ്ങിച്ചത് തന്നെ അവിടെ കൊണ്ട് എന്താ കാണിക്കാൻ പോകുന്നതെന്ന് പോലും അറിയത്തില്ല. ഈ ഒരു സെക്ഷൻ അങ്ങോട്ട്, ഈ ഒരു ഏരിയ മൊത്തം നമ്മുടെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെയാണ് കേട്ടോ. വെറുതെ അവിടെ കൊണ്ടുവന്നാ വേണ്ട വേണ്ട. അവനവൻ്റെ സാധനം കൈ കെട്ടി കഴിഞ്ഞിട്ട് അവന് വേറൊന്നും ശ്രദ്ധിക്കുന്നില്ല, വേറൊന്നും അവന് വേണ്ട. ഇവിടെ പ്രൈസ് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വാങ്ങിച്ച ഈ ഒരു ഡ്രമ്മിന് 12 ദിർഹംസ് ആയിട്ടേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ അറിയാം അതിൻ്റെ ആ ഒരു ഇതെങ്ങനെ ഉണ്ടെന്ന്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണാം. ഒരു ക്രയോൺസ് വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. ഇനി അങ്ങനത്തെ സ്കെച്ച് ഒന്നും വാങ്ങിച്ചു കൊടുക്കണ്ട, ക്രയോൺസ് വാങ്ങിച്ചു കൊടുത്താൽ. ഡ്രം മതി അവന്. ക്രയോൺസ് പിടിച്ച് നമ്മൾ ഈ ഒരു ടോയ്സ് ഒക്കെ ഉള്ള ആ ഒരു ഏരിയയിൽ ചുറ്റിപ്പറ്റി നിന്നതേ ഉള്ളൂ കേട്ടോ. മുകളിലോട്ടൊന്നും പോയിട്ടില്ല. 3rd ഫ്ലോറിൽ ഇൻഡോർ പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. ദ്രോണക്കുട്ടൻ മൈൻഡ് അങ്ങോട്ട് പോകുന്നേ ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ കിഷോറേനും മിസ്സാക്കാത്ത ഒരു ഏരിയയാണ് ദാണ്ട് ഈ ക്യാൻവാസും പെയിൻസും ഒക്കെ ഇരിക്കുന്ന ഈ ഒരു സെക്ഷന്. അപ്പോൾ ഇവിടെ വന്ന് എന്തെങ്കിലും ക്യാൻവാസോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റ് ചെയ്യാനുള്ള പേപ്പറോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാതെ പോകത്തില്ല. അപ്പോൾ ദ്രോണക്കുട്ടൻ ടോയ്സിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കിയാലും വാങ്ങിക്കാൻ വരാൻ ഇഷ്ടമാണ്. അവിടെ തന്നെയാണ് ഈ ഒരു ക്യാൻവാസും പെയിൻസും ഒക്കെ ഉള്ളത്. ഇതൊക്കെ കണ്ടോ, എന്നാൽ പിള്ളേർക്ക് വേണ്ടിയിട്ട്, കുഞ്ഞു പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പെയിൻറ്റ് ചെയ്യാനുള്ള ബുക്കുകളും റൈറ്റിംഗ് ബുക്സ്, അതുപോലെ തന്നെ അല്ലാത്ത സ്റ്റോറി ബുക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് ഓഫ് ബുക്സും ഉണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള. പിന്നെ അതാണ്ട് അങ്ങോട്ടേക്ക് ഹെയർ ബാൻഡ്സ്, അതുപോലെ തന്നെ വള, മാല, പൊട്ടുകൾ, കമ്മലുകൾ, അതിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ് കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയി, ഈ ഒരു ജ്വല്ലറി കളക്ഷൻ ഇവിടുത്തെ നെറ്റിൽ തന്നെയായിട്ടൊരു വ്ലോഗ് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ആ ഒരു ലിങ്ക് ഞാൻ പിൻ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ വ്ലോഗ് നോക്കിയാൽ മതി കേട്ടോ. കാണാം എന്തൊക്കെ കളക്ഷൻസ് ഉണ്ട്. പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റുന്ന എല്ലാ ജ്വല്ലറി ഐറ്റംസൊക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രമ്മൊക്കെ വാങ്ങിച്ച് നേരെ തിരിച്ച് ബില്ലടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ദ്രോണക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് അത് താത്ത് വെച്ചിട്ടില്ല വാങ്ങിച്ചപ്പോൾ തൊട്ട് കേട്ടോ. നല്ല തിരക്കാണ്. നൈറ്റ് ടു നൈറ്റിൽ പറഞ്ഞ പോലെ എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ ഫിഷ് വാങ്ങിച്ച് കട്ട് ചെയ്യാൻ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് വാങ്ങിക്കാനായിട്ട് കയറിയത്. ഇനി അത് വാങ്ങിച്ച് ഇനി നേരെ ബില്ലും അടിച്ച് നേരെ റൂമിലോട്ട് പോവാണ് കേട്ടോ. നമ്മളിനി ബില്ലടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇനിയും ബാക്ക് സൈഡിൽ കൂടെയാണ് കേട്ടോ റൂമിലോട്ട് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് എളുപ്പ വഴി അതാണ് കേട്ടോ. പാർക്കിങ് ആ ഏരിയ വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിൽഡിങ്. ഇതാണ്, ഇത് അടുത്താണ് കേട്ടോ. നൈറ്റ് ടു നൈറ്റൊക്കെ കണ്ടോ. അവിടെ ആ ലൈറ്റൊക്കെ ഇട്ട് കാണുന്നത് അൻസാർ മോളാണ് കേട്ടോ. പിന്നെ നെസ്റ്റോയാണ് ആ കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിലോട്ട് ചെന്ന് ഡ്രമ്മൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കിഷോറേട്ടൻ ഇവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കുവാണ് കേട്ടോ. എല്ലാ പാർട്സ് എടുത്ത് സെറ്റ് ചെയ്യാണ്. ഈ സംഭവം കൊള്ളാം കേട്ടോ. ഇനി ദ്രോണ ഇതെന്നെ കാണിക്കുമെന്നാണ് അറിയേണ്ടത്. നിന്റെ സാധനം റെഡി ആയിക്കൊണ്ടിരിക്കുക.
അച്ഛാ ട്രൈ അടിക്കുക. ഇവിടെ പിടിക്കും, ഇവിടെ യെസ് അടി. ചൂടിട്. ഇതിപ്പോ ആർക്ക് വാങ്ങിച്ചാണ്. അടി. ചേട്ട മേടിക്കുന്നത്. അപ്പോൾ അവരവിടെ ഇരുന്ന് കൊട്ടട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക്